60 വയസ്സ് പിന്നിട്ടു. ഇപ്പോഴും നല്ല രീതിയിൽ നൃത്തമൊക്കെ അഭ്യസിപ്പിക്കുന്ന 2 പേരാണ്, ആ ദമ്പതികളാണ്. അവരെ നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം. അരമണ്ഡലം നല്ല താഴ്ന്ന് അമർന്ന് നിന്ന് കൈകൾ ലെവൽ പിടിച്ച് 65 വയസ്സുണ്ട് ലതാ ഗോപിനാഥിന്. ഇപ്പോഴും നൃത്തം ചെയ്യുകയും അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ആഹാര്യം ചന്ദ്ര അർത്ഥപതാക കർത്തരി മുഖഃ ത്വം നമസ് സാത്വിക് ശുകതുണ്ടകഃ മുഷ്ടിശ്ച. കൂട്ടായി ഭർത്താവ് ഗോപിനാഥനുമുണ്ട്. നവാബ് സാരംഗി സിതാർ കിനരെ അവർ വാസ് ഗയി മുഗർ സിംഗ തൈ തൈ ഗണപതി നാം സദാ തൈ തൈ ഗണപതി നാം സദാ. ഇരുവരും നർത്തകരായിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞു. ആയിരക്കണക്കിന് വേദികളിലും ചില സിനിമകളിലും ചുവട് വെച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഒരു സ്ഥാപനം ഇടുകയായിരുന്നു. 2 പേരും കൂടെ ചേർന്ന് നല്ലൊരു സ്ഥാപനം ഇട്ടു. 10 പിള്ളേരെ വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും അന്ന് തൊട്ടിങ്ങനെ അറിഞ്ഞറിഞ്ഞ് ആൾക്കാർ വന്ന് എനിക്ക് ആ ഹാള് നിറച്ച് പിള്ളേരെ കിട്ടി. അത് ആയിരക്കണക്കിന് മേലെ നമ്മളെ കുട്ടികളെ പറഞ്ഞ് കോമ്പറ്റീഷനൊക്കെ വിട്ടിട്ടുണ്ട്. അവർ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. ദമ്പതികൾ ചേർത്തല മരുത്തോർവട്ടത്ത് നടത്തുന്ന ഡാൻസ് സ്കൂളിൽ വിവിധ പ്രായത്തിലുള്ള 100-ലധികം പേർ നൃത്തം അഭ്യസിക്കുന്നു. ഇന്ത്യക്ക് വെളിയിലും ഞങ്ങളുടെ സ്റ്റുഡൻസ് ഇപ്പോൾ പഠിക്കുകയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രോത്സാഹനം ഇതിൻ്റെ പിന്നിലുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അവരെല്ലാം ചിലർ മാത്രം ഈ വേദിയിൽ നൃത്തം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അച്ഛനമ്മമാരുടെ പാത പിന്തുടർന്ന് 3 മക്കളും കലാമേഖലയിൽ തുടരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. ഈ ദമ്പതികളുടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, 65 എന്ന് പറയുന്നത് വലിയൊരു പ്രായമല്ല, പക്ഷേ പലരും വിശ്രമ ജീവിതം ആസ്വദിക്കുന്ന ഒരു പ്രായത്തിലാണ് വെറുതെ ഇരിക്കാതെ ഇങ്ങനെ നൃത്താഭ്യാസം ചെയ്യുന്നത് ഈ 2 ദമ്പതികളും. അപ്പോൾ ക്ഷമിക്കണം, 2 പേരും. അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ പറയൂ രഘു. ഈ വാർത്ത ഡെസ്കിലേക്ക് അയച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ മുതിർന്ന സഹപ്രവർത്തകൻ കെ മധു എന്നെ വിളിച്ചു. ഈ 65 വയസ്സൊക്കെ ഒരു പ്രായമാണോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. 65 വയസ്സ് ഒരിക്കലും ഒരു പ്രായമല്ല. പക്ഷേ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് സാധാരണ നിലയിൽ സർക്കാരിൻ്റെ പെൻഷൻ പ്രായമൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ഈ 60 വയസ്സ് കഴിയുമ്പോഴൊക്കെ ഭൂരിഭാഗം ആളുകളും വീട്ടിൽ ഒതുങ്ങിക്കൂടുകയോ പ്രായമായെന്ന് സ്വയം കരുതുകയോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോഴാണ് ഈ 2 പേരും, ഭാര്യയും ഭർത്താവും ലതയും ഗോപിനാഥും 100-ലധികം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ഇപ്പോഴും വേദികളിലൊക്കെ പെർഫോം ചെയ്യുകയും ചെയ്യുന്നത്. നൃത്തം കളിക്കുന്നത് എത്രത്തോളം എഫേർട്ട്, എത്രത്തോളം ശാരീരിക ആയാസമുള്ള കാര്യമാണെന്ന് വെറുതെ ഗാനമേളയ്ക്ക് പോയി തുള്ളിയാൽ പോലും നമുക്കറിയാവുന്നതാണ്. കാരണം അത്രത്തോളം വെറുതെ നമ്മൾ തുള്ളുമ്പോൾ പോലും വലിയ സ്ട്രെസ്സും സ്ട്രെയിനും ക്ഷീണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പ്രൊഫഷണലായിട്ട് ക്ലാസിക്കലായിട്ടൊക്കെ മണിക്കൂറുകളോളം ഡാൻസ് കളിക്കുക, പഠിപ്പിക്കുക എന്നുള്ളത് ഒരു സ്കിൽഡ് ലേബർ എന്ന് പറയുന്നത് പോലത്തെ അത്രയും ആയാസമുള്ളൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇവരുടെ 2 പേരുടെയും ഡാൻസ് സ്കൂളിൻ്റെ കാര്യവും അവർ ഡാൻസ് ചെയ്യുന്ന കാര്യവും പറഞ്ഞത്. 50 വർഷമായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡാൻസ് മേഖലയിലുണ്ട്. അതും വലിയ കാര്യമാണ്. സാധാരണ നിലയിൽ ഈ കലാകാരന്മാരുടെ മക്കളെല്ലാം അച്ഛൻ്റെയും അമ്മയുടെയും വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണ്. 3 മക്കളുണ്ട്. 3 മക്കളും ഡാൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ശരി രഘു, അത് തന്നെ രഘു പറഞ്ഞൊരു കാര്യം. ഈ പറഞ്ഞ പോലെ പലരും വിശ്രമിക്കുന്ന ഒരു സമയത്താണ് ഇവരിങ്ങനെ നൃത്തമൊക്കെ പഠിപ്പിച്ച് സന്തോഷമായി മുന്നോട്ട് പോകുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇവർ പലർക്കും ഒരു മാതൃക കൂടിയാണ്. ശരി രഘുനാഥ്.